بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المخلوقين وعلى كل الصحابة أجمعين ما بعد اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على النور وآله صلاة تجعل كلامي اللهم صل على النور وآله صلاة تيسر نوري വന്നഹു യൽസമു ഉജ്റത്തുൽ ബദറഖ. ആ ഭാഗം മുമ്പ് പറഞ്ഞതൊന്ന് കൂട്ടി സ്പീഡിൽ പോകാം. അന്ന് നെറ്റ് പെട്ടെന്ന് പോയത് കൊണ്ട് ഈ ആപ്പ് ഓൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഓരോ തിരക്കിൽപ്പെട്ട് സമയം കിട്ടില്ല. അപ്പോൾ അതൊന്ന് കൂട്ടിവിടാം. വന്നഹു യൽസമു ഉജ്റത്തുൽ ബദറഖത്തി. സെക്യൂരിറ്റി ചാർജ് അവനക്ക് നിർബന്ധമാണ്. ബിഫത്തിൽ മുവഹദതി വസുക്കൂനിൽ മുജമ അയ്യൽ ഖിഫാറ. സെക്യൂരിറ്റി ലിഅന്നഹ മിൻ ഉഹുബിൽ ഹജ്ജ്. ഹജ്ജിൻ്റെ ഒരുക്കങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഫഷ്തറത്ത് ഫി ബുജൂബിഹിൽ ഖുദ്റത്തു അലൈഹ. അതിൻ്റെ മേലിൽ എന്തുവേണം? അവനക്ക് ഖുദ്റത്ത് വേണം. വസാനി യഖൂലു ഹിയ ഖുസ്റാനു ലിദഫിൽ ഉൽമി. ദഫുൽ ഉൽമ, ഉൽമിനെ പ്രതിരോധിക്കാനുള്ള അതൊരു പരാജയമാണ്. അപ്പോൾ ഫലാജിബുൽ ഹജ്ജു മാ ത്വൽബിഹ. അപ്പോൾ അതിൻ്റെ ഉജ്റത്ത് തേടലോടുകൂടെ ഹജ്ജ് നിർബന്ധമല്ല. അപ്പോൾ ഇടങ്ങാറാണല്ലോ ഒക്കെ. വൽ ഖിലാഫു വജ്ഹാനി. ഖിലാഫിൽ രണ്ട് വജ്ഹുണ്ട്. തസ്സീഹുൽ ഇമാമി വഫി ശറഇൽ മുഅദ്ദിബ് ബിൻ ജംഹൂറിൽ ഇറാഖീന വൽ ഖുറാസാനി അന്നഹു ഹിദഹ്താജ ഇലാ ഖഫാറത്തിൻ. ഓനക്കൊരു സെക്യൂരിറ്റി വേണം. സ്വന്തം ഒന്നും പോകാൻ പറ്റൂല. മറ്റുള്ള ആളുകളുടെ സംരക്ഷണം വേണം. അതിനവിടെ വിലക്ക് വേണം. ബ്ലാക്ക് ക്യാറ്റുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ലം യജിബിൽ ഹജ്ജു വഹമലഹു അലാ ഇറാദത്തി മാ യഖുദുഹു റസദിയുന മിനൽ മറാസിദി. മറാസിദികൾ റസദീങ്ങൾ പിടിക്കുന്ന ഒന്നിൻ്റെ മേലെ പറഞ്ഞല്ലോ. അവിടെ കൈക്കൂലിക്കാരോ ഇങ്ങനെ ഈ തരത്തിൽ നോക്കി നിൽക്കുന്ന ആളുകളൊക്കെ പണം ആവശ്യപ്പെട്ടിട്ട് അവർക്ക് കൊടുത്തു പോകേണ്ടി വരികയാണെങ്കിൽ അതൊരു ദുഷ്പ്രവണതയായി മാറും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് ഹജ്ജ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഹജ്ജ് അവിടെ സ്കിപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഒക്കെ തക്കദ്ദമ റസദീങ്ങളുടെ മസല അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അടുത്തത് വയുഷ്തറത്തു ഫി വുജൂബിൽ ഹജ്ജി. ഹജ്ജ് നിർബന്ധമാകുന്നതിൽ ഷർത്താക്കപ്പെടും വുജൂദുൽ മാഇ വസ്സാദി. വെള്ളവും ഭക്ഷണവും ഉണ്ടാവൽ. എവിടെ? ഫിൽ മവാദി, ഇടങ്ങളിൽ. അൽ മുതാദി ഹംലുഹു മിൻഹ, അതിലേക്ക് മാഇനെയും സാദിനെയൊക്കെ ചുമന്നു കൊണ്ടുപോകൽ പതിവുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെ ഇടങ്ങളിലേക്ക് എന്ത് ചെയ്യാണ്? കൊണ്ടുപോകലാണ് പതിവ്. അങ്ങനത്തെ ഇടങ്ങളിൽ മാവും ജാദും വേണം. ബി സമനിൽ മിസിലി. സമനി മിസില് കൊണ്ട്. സമനി മിസില് പറഞ്ഞാൽ എന്താ? വഹുവൽ ഖദുർ ലായിഖു ബിഹി ഫി ദാലിക സമാനി വൽ മക്കാനി. ആ നാട്ടിലേക്കും ആ സമയത്തിനും യോജിച്ച ഒരു വില. ആ വില കൊടുത്തുകൊണ്ട് ജാദും മാവും വാങ്ങാൻ എന്ത് ചെയ്യണം? പറ്റണം. അങ്ങനെ ജാദും മാവും ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ? ഹജ്ജ് നിർബന്ധമാവുകയുള്ളൂ. അപ്പോൾ ഫഇൻകാന ലാ യൂജദു ബിഹ. ഈ സമന മിസിൽ കൊണ്ട് അത് കിട്ടില്ല എങ്കിൽ ഖുലുബിഹ മിൻ അഹ്ലിഹ. അത് അവിടുന്ന് അവരുടെ അഹ്ലുകാരിൽ നിന്ന് ഖുലുവാണ്. വൻഖിതാഇൽ മിയാഹി, അല്ലെങ്കിൽ വെള്ളം വിച്ഛേദിച്ചു പോയി. മാവിൻ്റെ ജമാണ് മിയാഹ്. ഔകാന യൂജദു ബിഹ, അല്ലെങ്കിൽ കിട്ടുന്നു ബി അക്സറ മിൻ സമനിൽ മിസിലി. സമനി മിസിലിനേക്കാൾ അക്സർ കൊണ്ടെങ്കിൽ ലം യജിബിൽ ഹജ്ജു. ഹജ്ജ് എന്താവില്ല? നിർബന്ധമാവുകയില്ല. അപ്പോൾ സമനി മിസിലിനേക്കാളും വില എന്നൊരു വില ഇവിടെ കാറ്റഗറി എന്തുണ്ട്? ഇസ്ലാമിൽ ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യുക? വിൽക്കാം. എന്നാൽ അത് വാങ്ങൽ നിർബന്ധമാകുന്ന ഘട്ടമുണ്ടോ? അപ്പം അത് സമനി മിസിലിനേക്കാളും വന്നു കഴിഞ്ഞാൽ വാങ്ങൽ നിർബന്ധമാകുന്നില്ല. അത് വെള്ളമില്ലാത്ത അവസ്ഥയിൽ തയമ്മും ചെയ്യുന്ന ഇടങ്ങളിൽ ഈ ഒരു ചർച്ചയും ഇതുപോലെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ജാദും മാവും വേണം. അത് സമനി മിസില് കൊണ്ട് ആണെങ്കിൽ നിർബന്ധം. സമനി മിസില് കൊണ്ട് അല്ലെങ്കിൽ നിർബന്ധമാവില്ല. അധികരിച്ച പണം ആവശ്യപ്പെടുകയാണെങ്കിൽ തന്നെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വെള്ളം കിട്ടാനില്ല, അല്ലെങ്കിൽ ജലലഭ്യതയില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവൻ്റെ വ്യക്തി സുരക്ഷിതത്വം അവിടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഹജ്ജ് നിർബന്ധമാവുകയില്ല. ഇനി വ അൽഫുദ്ദാബത്തി ഫി കുല്ലി മർഹല. ഓരോ മർഹലകളിലും
പിന്നെ അൽഫുദ്ദാബത്തി മൃഗത്തിനുള്ള വൈക്കോൽ ഇപ്പം നമ്മളെ ഭാഷയിൽ പറയാം അൽഫ് വേണം. ലിയന്നൽ മുഅ്നത തഅ്ലുമു ബിഹംലിഹി ലികസറത്തിഹി. അപ്പോൾ അത് ഏറ്റിക്കൊണ്ടായാലോ അവനാൻ്റെ തൊടൂന്ന് വെട്ടിക്കൊണ്ട് ഏറ്റിക്കൊണ്ടാകാൻ നടക്കൂല. കാരണം ലിഅന്നൽ മുഅ്നത ചെലവ് തഅ്ലുമു ബിഹംലിഹി അതിനെ ഏറ്റിക്കൊണ്ടുപോകാൻ ഭാരമാവും. ലികസറത്തി കുറേ ഉണ്ടല്ലോ. അപ്പോൾ പോണ വഴിയിൽ എന്ത് കിട്ടണം? മൃഗത്തിനുള്ള വൈക്കോൽ കിട്ടണം. ഫി ശറഇൽ മുഅദ്ദബി യംബഗി ഇഅ്തിബാറുൽ ആദത്തി ഫീഹി കൽമായി. അത് വെള്ളത്തെപ്പോലെ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ആദത്തിനെ നോക്കാം. കാരണം വെള്ളം സാധാരണ വെള്ളം ഏറ്റിക്കൊണ്ടുപോകലാണ്. എപ്പോഴും പോണ വഴിയിൽ വെള്ളം ഉണ്ടാവാറില്ല. അപ്പോൾ ഏറ്റിക്കൊണ്ടുപോകണൊരു ചിലവും കൂടെ അതിലെന്ത് ചെയ്യണം? പരിഗണിക്കണം. അപ്പോൾ അതിൽപ്പെട്ടതാണ് എന്ന് ശറഉൽ മുഅദ്ദബിലുണ്ട്. വയുസ്തറത്തു ഫിൽ മർഅത്തിൽ ഷർത്താക്കപ്പെടും ലി വുജൂബിൽ ഹജ്ജി അലൈഹ അവളുടെ മേൽ ഹജ്ജ് നിർബന്ധമാവാൻ അയ്യഖ്റുജ മഅഹ സൗജുൻ ഔ മഹ്റമുൻ. എപ്പോഴും നമുക്ക് വരുന്നൊരു ചർച്ചയാണത്. അയ്യഖ്റുജ മഅഹ സൗജുൻ സൗജ് പുറപ്പെടണം, ഔ മഹ്റമുൻ അല്ലെങ്കിൽ മഹ്റം. മഹ്റം പറഞ്ഞാൽ ബിനസബിൻ നസബ് കൊണ്ട്, ഔ ഖൈരി നസബി നസബല്ലാത്ത കൊണ്ട് നമ്മൾ വരുന്നത്. പിന്നെ മുസാഹറ ബന്ധം കൊണ്ട്, വിവാഹ ബന്ധം കൊണ്ടും റളാ കൊണ്ടൊക്കെ വരുന്ന മഹ്റമായാൽ മതി. അല്ലെങ്കിൽ മഹ്റം തന്നെ ആവണമെന്നില്ല, ഭർത്താവ് തന്നെ ആവണമെന്നില്ല. ഔ നിസ്ബത്താവണം. എങ്ങനത്തെ നിസ്ബത്താണ്? സിഖാത്തുൻ നീതിമതികളായ. ലി തഅ്മന അലാ നഫ്സിഹ അവളുടെ നഫ്സിൻ്റെ മേൽ നിർഭയത്വമുണ്ടാകാൻ വേണ്ടിയിട്ട് നീതിമതികളായ നല്ല സ്ത്രീകളും അവളുടെ കൂടെയുണ്ടെങ്കിൽ അവൾക്ക് എന്ത് നിർബന്ധമാണ്? ഹജ്ജ് നിർബന്ധമാകും. വല സഹു അന്നഹു ലാ യുശ്തറതു വുജൂദ് മഹ്റമിൽ ഇഹ്ദാഹുന്ന. ഓരോരുത്തർക്കും മഹ്റമിൻ്റെ വുജൂദിന് എന്താക്കുന്നില്ല? ഷർത്താക്കപ്പെടുന്നില്ല. ലിഅന്നൽ അത്മാഅ തൻഖത്യു ബിജമാഅത്തിഹിന്ന. ലിഅന്നൽ അത്മാഅ സ്ത്രീകളെ കാണുമ്പോഴുള്ള ആഗ്രഹം തൻഖത്യു ബിജമാഅത്തിഹിന്ന ഒരു സംഘം സ്ത്രീകളെ കാണുമ്പോൾ അത് ആളുകൾക്ക് അവരെ പെട്ടെന്ന് ചെന്ന് അവരെ വശീകരിക്കാനോ അവരിതാക്കാനോ ഉള്ള താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ കുറേ സ്ത്രീകൾ, നിരവധികളായ കുറേ സ്ത്രീകൾ ഉണ്ടായാൽ മതി. ഓരോന്നിൻ്റെ കൂടെ അവളുടെ സഹോദരനോ ഭർത്താവോ ഒന്നും വേണമെന്നില്ല. വസാനി പറയാ സ്വഹിൻ്റെ മുക്കാബല യുസ്തറത്തു വുജൂദുഹു. ഓരോന്നിനൊക്കെ മഹ്റമാണ്. യുക്കല്ലിമ ദിജാലു അൻഹുന്ന അവരെ തൊട്ട് റിജാലുകൾ എന്താക്കാൻ വേണ്ടിയിട്ട്? യുക്കല്ലിമ ദിജാലു അൻഹുന്ന അവരെ തൊട്ട് റിജാലുകൾ യുക്കല്ലിമ ദിജാലു അൻഹുന്ന പറഞ്ഞാൽ പുരുഷന്മാർ അവരോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അതൊരു ഈനാസും ഒക്കെ ഉണ്ടാവാൻ വേണ്ടി. മാത്രമല്ല വയുഈനഹുന്ന ഈ സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇദാനാബഹുന്ന അമ്രുൻ അവർക്ക് വല്ല കാര്യങ്ങളും ആകസ്മികമായി ഉണ്ടാവുകയാണെങ്കിൽ. നാഭ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനൊന്നും ചെയ്യാതെ പിന്നീട് ആകസ്മികമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത സംഗതിക്ക് പകരമായി വരുന്ന ആകസ്മികമായ സംഗതികൾ, ആക്സിഡൻ്റലായ വല്ല സംഗതികളുമാർക്ക് വന്നാൽ അവരെ ഈ ആനത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുരുഷന്മാർ വേണം. ഒമിസുലു ഫിദാലിക്ക് സൗജു ആ വിഷയത്തിൽ സൗജും അതുപോലെ തന്നെയാണ് മഹ്റമിനെ പോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും സൗജുള്ള പെണ്ണുങ്ങളാണെങ്കിൽ അവർ കൂടെ സൗജ് വേണമെന്ന് അസ്വഹിൻ്റെ മുക്കാബല. അതല്ലല്ലോ മുഅ്തമദ്. വഖദ് അത്തഫഹു അലൈഹി ഫി ശറഇൽ മുഅദ്ദബി ഔ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അത്തഫ് ചെയ്തിട്ടുള്ളത് ശറഉൽ മുഅദ്ദബിൽ. ഇവിടെയും അങ്ങനെ തന്നെയാണല്ലോ അത്തഫ് ചെയ്തിട്ടുള്ളത് അല്ലേ? സൗജുൻ ഔ മഹ്റമുൻ, സൗജോ അല്ലെങ്കിൽ മഹ്റമോ. വല സഹു അന്നഹു യൽസമുഹ ഉജ്റത്തുൽ മഹ്റമി. മഹ്റമിൻ്റെ ഉജ്റത്ത് അവൾക്ക് നിർബന്ധമാണ്. ഇദാ ലം യഖ്റുജില്ലാ ബിഹാ ആ മഹ്റം ഉജ്റത്ത് കൊണ്ടല്ലാതെ പുറപ്പെട്ടിട്ടില്ല എങ്കിൽ. ലിഅന്നഹു മിൻ ഉഹ്ബത്തി സഫരിഹ അവളുടെ സഫറിൻ്റെ ഉഹ്ബത്തിൽപ്പെട്ടത്. അപ്പോൾ ഒരു മഹ്റം പറഞ്ഞു, സഹോദരൻ പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞു ഞാൻ വരണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവൾക്ക് നിർബന്ധമാണ്. ആ നിർബന്ധം ഉണ്ടെങ്കിൽ അവൾ പോയാൽ മതി. ഫി ഹദീസ് ഷെയ്ഖൈനിയുടെ ഹദീസിലുണ്ട് ലാ തുസാഫിർ ഉമ്മത്തുല്ലാ മാ മഹ്റമിൻ. മഹ്റമിനോട് കൂടെ അല്ലാതെ ഇമ്രാത്ത് യാത്ര ചെയ്യരുത് എന്ന്. അപ്പോൾ ഫസ്തറത്തു ഫി വുജൂബിൽ ഹജ്ജ് അലൈഹ അവളുടെ മേൽ ഹജ്ജിൻ്റെ വുജൂബിനിക്ക് ഷർത്താക്കപ്പെടും. ഖുദ്റത്തുഹ അലാ ഉജ്റത്തി അവൾ ഉജ്റത്തിൻ്റെ മേൽ അവൾക്ക് എന്ത് വേണം? ഖുദ്റത്ത് വേണം. സാനി യഖൂലു സാനി പറയുന്നു മിൻ ഹക്കിഹി അവൻ്റെ ഹക്കിൽപ്പെട്ടതാണ് അൽ ഖുറൂജ് മാഹ ആ മഹ്റം അവളോടുകൂടെ എന്ത് ചെയ്യണം? പോകണം. അപ്പോൾ ഫൈദാ ലം യഖ്റുജ് ഇല്ലാ ബി ഉജ്റത്തിൻ ഉജ്റത്ത് കൊണ്ടല്ലാതെ അവൻ പുറപ്പെടുന്നില്ല എങ്കിൽ
ലാജിബുൽ ഹജ്ജു അലിഹ, അവളുടെ മേൽ ഹജ്ജ് നിർബന്ധമില്ല. വൽ മസലത്ത്, ഈ മസല ഉണ്ടല്ലോ, മബിനിയത്തുനല ഉജറത്തിൽ ബദറക്ക, ബദറക്കൻ്റെ ഉജറത്തിന് മേലെടുത്ത്. ബദറക്കൻ്റെ ഉജറത്തിൽ എന്താ പറഞ്ഞത്? ഒരു ടീം പറഞ്ഞു ഓൾക്ക് നിർബന്ധമാണ്, ടീം പറഞ്ഞാൽ അത് ബദറക്കൻ്റെ ഒന്നും എന്തല്ല നിർബന്ധമാവുകയില്ല എന്ന് പറഞ്ഞ ആ മസല പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. വൗലാ ബിൽ ലുസൂമി എന്നല്ല, ബദറക്കയേക്കാളും പിന്നെ ഇവൾക്ക് ഈ മസലയാണ് അത് ലുസൂമ് കൊണ്ട് ഇവിടെ ഔലവ്യത്ത്. കാരണം ഹദീസിൽ ഇങ്ങനെ ഉണ്ടല്ലോ, മഹ്റം ഉണ്ടെങ്കിലേ പെണ്ണ് പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞല്ലോ. വയൽഹറു അന്ന ഉജറത്ത സൗജി കൗജറത്തിൽ മഹ്റമി, സൗജിൻക്കുള്ള കൂലി മഹ്റമിൻ്റെ ഉജറത്തിന് പോലെ. മഹ്റമിനിക്ക് ഉജറത്ത് കൊടുത്താലേ മഹ്റം വരൂ. അപ്പോൾ ഉജറത്ത് കൊടുക്കാൻ അവളെ കയ്യിലില്ല എങ്കിൽ ഒരാളെ ഇത്രയും ദിവസം, ഒരു മാസം, 1.5 മാസം അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ഒരാളെ കൂലിയും കൊടുത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1000 റുപ്യ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ 10-30,000 റുപ്യ വേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഉജറത്തിൻ്റെ ചർച്ച എങ്ങനെയുള്ളത്. അപ്പോൾ മഹ്റമിൻ്റെ ഉജറത്ത് പോലെ തന്നെയാണ് സൗജിൻ്റെ ഉജറത്തും. കാലഫി ഷറൽ മുദബി അൽ ഹുൻസൽ മുഷ്കിലു, ഹുൻസൽ മുഷ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് തീർത്തും അറിയാതെ ഗോപ്യമായ രീതിയിലുള്ള ഹിജട, അതിനുള്ള ഹുൻസൽ മുഷ്കിൽ എന്ന് പറയാം. ചിലത് ആണാണ് പെണ്ണിൻ്റെ അവയവുണ്ട്, ചിലത് പെണ്ണാണ് ആണിൻ്റെ അവയവുണ്ട്. അപ്പോൾ ഒന്ന് ആണാണെന്ന് ഉറപ്പാണ്, മറ്റേ പെണ്ണാണെന്നുള്ളത്. ഇത് ഹുൻസൽ മുഷ്കില ആണാണെന്നോ പെണ്ണാണെന്നോ എന്താൻ പറ്റില്ല, അറിയുന്നില്ല. അതാണ് പൊതുവെ ഹുൻസ എന്ന് പറയുന്ന സമയത്ത് കടന്നു വരുന്നത് മസ്ജിദ് ഹുൻസൽ മുഷ്കിൽ. യുഷ്തർത്ത് ഫി ഹഖിഹി, അതിൻ്റെ ഹക്കിൽ ഷർത്താക്കപ്പെടും. മിനൽ മഹ്റമി, മഹ്റമിനാൽ, മഹ്റമിൻ്റെ ഹക്കൊക്കെ മഹ്റം വേണം എന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ മഹ്റമിൽ നിന്ന് അതിൻ്റെ ഹക്കിൽ ഷർത്താക്കപ്പെടും. മാ യുഷ്തർത്ത് ഫിൽ മർഅത്തിൽ ഷർത്താക്കപ്പെടുന്നല്ല. അപ്പോൾ മഹ്റമിനാൽ എന്തൊക്കെയാണോ സ്ത്രീക്ക് പറഞ്ഞത് അതെല്ലാം ഹുൻസക്കും എന്തുതന്നെയാണ് ഷർത്താണ്. അപ്പോൾ മഹ്റം ഉണ്ടാവണം. പിന്നെ ഉജറത്ത് വേണമെന്നുണ്ടെങ്കിൽ, ഉജറത്ത് ചോദിക്കുകയാണെങ്കിൽ ഉജറത്ത് കൊടുക്കണം, ഉജറത്ത് കൊടുക്കാനുണ്ടെങ്കിൽ പോയാൽ മതി, തുടങ്ങിയതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഫൈൻഖാന മാഹു നിസ്വത്തും മിൻ മഹാരിമാക ഇഖ്വാനിഹി, അവൻ്റെ ഇഖ്വാനുകളെ പോലെ മഹറമുകളായ നിസ്വത്തുകൾ ആ ഹുൻസയുടെ കൂടെ ഉണ്ടെങ്കിലോ, ആ അമ്മാത്തിഹി, തൻ്റെ ഉപ്പയുടെ സഹോദരിമാരെ പോലെ അമ്മത്തുകളുണ്ടെങ്കിലോ, ജാസ എന്ന് എന്ത് ചെയ്താൽ മതി, പുറപ്പെടൽ അനുവദനീയമാണ്. ഇൻകുന്ന അജ്നബിയാത്തിൻ, അല്ല അവകളൊക്കെ അജ്നബികളായ പിന്നെ നിസ്വത്തുകളാണെങ്കിലോ, അപ്പോൾ പിന്നെ എന്താവില്ല, ഫലാ ജൂസു, ജാസിൻ്റെ മുക്കാബിലിന് ഫലാ ജൂസ്. അപ്പം എന്തല്ല ജവാസില്ല. ലിഅന്നഹു യഹ്റുമു അലൈഹിൽ ഖൽവത്തു ബിഹിന്ന, അവകളോടുകൂടെ ഹുൻസൽ മുഷ്കിലാണെങ്കിൽ ആണാണ് പെണ്ണാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷിക്കിൽ പെണ്ണാണ് എന്നുള്ളത് ഉണ്ടല്ലോ, ഒരു ഷിക്കിൽ ആണാണ് എന്നുള്ളത് ഉണ്ടല്ലോ. അപ്പോൾ പെണ്ണാണ് എന്നുള്ള ഷിക്ക് പ്രകാരം അന്യ സ്ത്രീകളോടുകൂടെ, അല്ലെങ്കിൽ പിന്നെ അല്ല ആണാണ് എന്നുള്ള ഷിക്ക് പ്രകാരം അന്യ സ്ത്രീകളോടുകൂടെ ഖൽവത്ത് വരികയാണെങ്കിലോ അപ്പോൾ അത് ഹറാമാവുകയുള്ളൂ. അപ്പോൾ സഹോദരങ്ങളായ പിന്നെ സഹോദരിമാരായ മഹ്റമുകൾ അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. അജ്നബിയത്താണെങ്കിൽ ഫലാ യന്നഹു യഹ്റുമു അലൈഹിൽ ഖൽവത്തു ബിഹിന്ന ദക്കറഹു സ്വാഹിബുൽ ബയാൻ വഗൈറുഹു. ഇൻതഹ, അത് അവസാനിച്ചു. വഖാല ഖബല ഹാദാ ബിയസീരിൻ അൽ മഷ്ഹൂറു ജവാസു ഖൽവത്തി റജുലിൻ ബിനിസ്വത്തിൻ, റജുലി നിസ്വത്തിനോടുള്ള ഖൽവത്ത് ജവാസാണെന്നുള്ള മഷൂർ. ലാ മഹ്റമ ലഹു ഫീന, അവരിൽ മഹ്റമില്ല. അത് മുഅ്തരിലൻ ബിഹി ഖൗലുൽ ഇമാമി, അല്ലിമാമിൻ്റെ കൗലിനൊക്കെ മുഅ്തരിൽ, അത് വൈരിഹി ഇമാം അല്ലാത്തവരുടെ കൗലിനൊക്കും ബി ഹുറുമത്തി ദാലിക, അത് ഹറാമാണ് എന്നുള്ള കൗലിനക്ക് മുക്കാബിലായിട്ട് അത് ജവാസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്തുഖ്നിയ ബിഹാദൽ ഇത്തിറാദ് അൽ മിസ്ലി ഫിൽ ഖുൻസ അൽ മുൽഹഖ് ബി റിജാൽ ഇഖ്തിയാത്ത. അപ്പോൾ ഫസ്തുഖ്നിയ ബിഹാദൽ ഇത്തിറാദ്, ഈ ഇത്തിറാദ് കൊണ്ട് ഇസ്തിഗ്നാവാക്കപ്പെട്ടു അൻ മിസ്ലിഹി ഫിൽ ഖുൻസ, ഖുൻസയിൽ മിസിലിനെ തൊട്ട്. എങ്ങനത്തെ ഖുൻസയാണ്? അൽ മുൽഹഖ് ഫി റിജാലി ഇഹ്തിയാത്തൻ, അത് റജുലിനോടാണ് എന്താക്കുന്നത്, മുൽഹക്കാക്കുന്നത്. അപ്പോൾ പുരുഷനിക്ക് ഇവിടെ ഇഹ്തിയാത്തിന് വേണ്ടിയിട്ട് ഈ ഘട്ടങ്ങളിൽ സ്ത്രീയെ ഖുൻസനെ എന്താക്കി കണക്കാക്കി, ആണാക്കി കണക്കാക്കി. എന്നിട്ട് ആണ് അന്യ പെണ്ണുങ്ങളോടുകൂടെ ഖൽവത്താവുകയാണെങ്കിൽ ഹറാമാണ് എന്നുള്ളതാണ്. അപ്പോൾ റജുലി നിസ്വത്തിനോടുള്ള ഖൽവന ജവാസാണ് എന്ന് പറഞ്ഞ ആ ഒരു ഇത് എന്താക്കാം, ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയും എന്താക്കാൻ പറ്റും. അല്ലാതെ ഒരു നിലക്കും ഹുൻസയോടുകൂടെ പിന്നെ കുടുംബക്കാരായ മഹ്റമുകൾ പോവുക എന്നുള്ളതല്ലാതെ അന്യ സ്ത്രീകളെ വെച്ചുകൊണ്ടൊരിക്കലും ഹുൻസൽ മുഷ്കിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഹുൻസൽ മുഷ്കിലിന് പോകണമെന്നുണ്ടെങ്കിൽ
ആര് വേണം? പിന്നെ അതിന് പറ്റിയ മഹ്റമുകൾ എന്ത് ചെയ്യണം? വേണം. അപ്പോഴേ പോകാൻ പറ്റുകയുള്ളൂ. അന്യ സ്ത്രീകളോട് പോകാൻ പറ്റുകയില്ല. പക്ഷേ ഒരു അന്യ സ്ത്രീക്ക് ധാരാളം സിക്കത്തുകളായ അന്യ സ്ത്രീകളോട് കൂടെ എന്താക്കാൻ പറ്റും? പോകാൻ പറ്റും. അവിടെ സൗജും മഹ്റമും ഷർത്തില്ല എന്നുള്ളതാണ് മുഅ്തമദ്.